ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. 2-3 ദിവസമായിട്ട് എനിക്ക് പനിയായിരുന്നു കേട്ടോ. അപ്പോൾ തീരെ വയ്യാണ്ടായിരുന്നു. പിന്നെ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, റെസ്റ്റിലും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മോൾക്ക് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും ഓണം സെലിബ്രേഷന് എല്ലാ കുട്ടികളും ഇങ്ങനെ ഓരോ കറികൾ ഉണ്ടാക്കിക്കൊണ്ട് ചെന്ന് അങ്ങനെയാണ് അവിടെ സദ്യ കൊടുക്കണം സ്കൂളിലെ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഏതാണോ അത് നമ്മൾ പറഞ്ഞാൽ അത് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. അപ്പോൾ ഒരു 30 പേർക്കുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ മോൾ പറഞ്ഞിരുന്നത് മധുരക്കറിയായിരുന്നു. അപ്പോൾ മധുരക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു 500 ഗ്രാമിൻ്റെ ഒരു മത്തങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോഴും നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇരുന്നൊക്കെയാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ രാജേട്ടനും കൂടിയാണ് കട്ട് ചെയ്ത് തന്നത്. രാജേട്ടനെ സഹായിച്ചു കേട്ടോ ഒരുപാട്. അതുകൊണ്ട് നമുക്ക് പിന്നെ മോൾ പോകാൻ നേരത്ത് കൊടുത്തുവിടാൻ പറ്റിയില്ല. അത്രയ്ക്കും എനിക്ക് ചെയ്ത് ആ സമയത്ത് പിന്നെ കൊടുത്തുവിടാൻ പറ്റിയില്ല. സ്കൂൾ അടുത്തായതുകൊണ്ട് നമുക്കൊരു 11:30 ആയപ്പോൾ ഞാൻ സ്കൂളിലേക്ക് രാജേട്ടൻ കൊടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പിന്നെ പൈനാപ്പിൾ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മത്തങ്ങയും കൂടി നമ്മൾ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ക്യൂബ്സായിട്ട് മത്തങ്ങയും അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൈനാപ്പിളും. ഇനി ഇത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. അതിനെ കുക്കർ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും അതുപോലെ തന്നെ മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു 4 പച്ചമുളകാണ് നമ്മൾ എടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട്. നമ്മൾ വേറെ മുളക് പൊടി അങ്ങനെ ഒന്നും എടുക്കണില്ല. എരിവിന് നമ്മൾ 4 പച്ചമുളക്, എരിവുള്ള മുളകാണ് കേട്ടോ അത്. അപ്പോൾ 4 പച്ചമുളക്, ഇത്തിരി എരിവ് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുക്കർ അടച്ച് വെച്ച് നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നമ്മളൊരു കുക്കറിലായതുകൊണ്ട് ഒരു 4-5 വിസിൽ കൊണ്ട് പൈനാപ്പിൾ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു 4-5 വിസിലെങ്കിലും കേൾക്കണം. മറ്റേ മത്തങ്ങ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 5 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉടഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പൈനാപ്പിൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ വേവിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ വെന്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണുണ്ടായിരുന്നു. പിന്നെ അത് ഇത്തിരി നന്നായിട്ട് തന്നെ നമുക്ക് ഉടച്ചു കൊടുക്കേണ്ടി വന്നു, ഇത്രയും വിസിൽ കേട്ടെങ്കിലും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങാരപ്പ് ചേർക്കുകയാണ്. തേങ്ങയുടെ അകത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി നമ്മൾ ഇട്ടാണ് നമ്മൾ തേങ്ങ അരച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ ലൂസായിട്ട് കിടക്കണ്ട, മധുരക്കറി ആകുമ്പോൾ തിക്കായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കാം. നമ്മുടെ പിന്നെ പൈനാപ്പിളിന് മധുരത്തിനനുസരിച്ചാണ് ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് നമുക്കൊരു അല്പം ഉപ്പ് വേണം ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റും കൂടി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് പിന്നെ അതൊന്ന് ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് താളിച്ചിടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തൊരു 4-5 വറ്റൽമുളക് ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കി ചേർത്തൊന്ന് മൂപ്പിച്ച് അതിനകത്തേക്ക് പിന്നെ വേപ്പിലയും കൂടി ഇട്ട് നമ്മൾ പിന്നെ കടുക് വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരല്പം എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി നമ്മുടെ മുന്തിരിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനകത്ത് ചൂടുള്ള എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധുരക്കറിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ.